ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വനം സീരിയലിലെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അങ്ങനെ ആര്യനും ആകാശം കൂടി വെള്ളം അടിച്ച് ബാലനെ കുറ്റപ്പെടുത്തുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളായിട്ട് തിരഞ്ഞെടുത്തൊരു ജീവിതമായിട്ട് ഞങ്ങളുടെ ജീവിതം നല്ല സുഖസുന്ദരമായി, നിങ്ങളുടെ അഹങ്കാരത്തിന് നിങ്ങൾ പറഞ്ഞതെല്ലാം കേൾക്കുമെന്നൊരു വിശ്വാസത്തിൽ ആനന്ദൻ്റെ തലയിൽ അങ്ങനത്തെ ഒരു പെണ്ണിനെ കുടുംബത്തെ നിങ്ങൾ കെട്ടിവെച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ ബാലനെ കുറ്റപ്പെടുത്താണ്. അത് കേൾക്കുമ്പോൾ ബാലന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ബാലൻ റൂമിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ആകാശിനെ മുറിയിലേക്ക് കൊണ്ടുപോവാണ് മീനു. എന്നിട്ട് പറയുന്നുണ്ട്, ആകാശ് എന്ത് പണിയാണ് കാണിക്കണത്, അച്ഛന് എത്രമാത്രം വിഷമോ എന്നറിയാവോ, വിഷമിക്കണം, കാരണം അങ്ങേര് കാരണമാണ് ഞങ്ങളുടെ ആനന്ദേട്ടൻ്റെ ജീവിതം ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് പറയുന്നുണ്ട്. അങ്ങയുടെ ഒരു ഒറ്റ ആളുടെ കുഴപ്പം കൊണ്ടിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാലനാട്ടോ. അതേസമയം നമ്മുടെ ധർമ്മൻ്റെ കടയുടെ ഉദ്ഘാടനമാണ് നാളെ. ധർമ്മനോട് അച്യുതൻ പറയണ്ട്, എടാ ധർമ്മ, നാളെ 11 മണിക്കാണ് ഉദ്ഘാടനം. നാളെയോ? അതെ, നാളെ തന്നെ. അല്ല, കട എന്താണെന്നോ ഏതാണെന്നോ എവിടെയാണെന്നോ കട കാണിക്കോ ഒന്നും എന്നെ ചെയ്തു തന്നില്ലല്ലോ. എടാ, അതൊക്കെ സർപ്രൈസ് ആണ്. നീ നാളെ കടയിലേക്ക് എത്തുമ്പോൾ നീ ഞെട്ടിപ്പോകും കട കാണുമ്പോൾ. എനിക്കെന്തോ വല്ലാത്ത പന്തികേട് പോലെ തോന്നുവാണ് എന്ന് ധർമ്മം പറയുമ്പോഴേക്കും അനന്തം പറയണ്ടു, ഒരു പന്തികേടും ഇല്ല, നിനക്കും അതുപോലെ തന്നെ ഈ നിൽക്കുന്ന നിന്റെ ഭാര്യയ്ക്കും ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കുക, അതിനുള്ള എല്ലാ കാര്യങ്ങളും ആ കടയിലുണ്ട്. നിങ്ങളുടെ കട നല്ല പച്ച പിടിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പോകുവാണ് എന്ന് പറയാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ധർമ്മന മനസ്സിലെന്തോ ഒരു വല്ലാത്തൊരു ഒരു ഇതുപോലെ ഇവരെന്തൊക്കെയോ ഇന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും നാട് തന്നെ കട കാണിക്കാതിരുന്നത് എന്ന് ധർമ്മനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അട ധർമ്മ, അപ്പം നാളെ രാവിലെയാണ്. അപ്പോൾ അമ്മേ, എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, നാളെ നമുക്ക് 10 മണിക്ക് ഇവിടെ നിന്ന് പോകണം. 11 മണിക്ക് കടയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് നാളെ വരുന്ന കസ്റ്റമേഴ്സിന് എല്ലാവർക്കും 10% ഓഫറാണ് നമ്മൾ കൊടുക്കാൻ പോണത്. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ 5% ഓഫർ. അങ്ങനെ ഈ ആഴ്ച മുഴുവൻ ഓഫറാണ്. പിന്നെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, ചില സെലക്റ്റഡ് ഐറ്റംസിനെ മാത്രം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ധർമ്മം ചോദിക്കണ്ട, അല്ല ഏട്ടാ, ഇതൊക്കെ കൊടുക്കുമ്പോഴേക്കും കച്ചവടം ആദ്യം തന്നെ നഷ്ടത്തിലായി പോവില്ലേ? എടാ, ആദ്യം കുറച്ച് നഷ്ടം വന്നാലും സാരമൊന്നുമില്ല, പിന്നീടുള്ള ലാഭം പിടിക്കാൻ വേണ്ടിയാണ് ആദ്യം കുറച്ച് നഷ്ടത്തിൽ കട പോണത്. എടാ, അതൊക്കെ കുറച്ച് ട്രിക്കാടാ എന്ന് പറയാണ്. ഇതൊക്കെ നിനക്ക് ബാലൻ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലല്ലോ. എന്തായാലും നിങ്ങളുടെ കട പച്ച പിടിക്കും, സുകന്യ പറയണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കുക അച്യുതേട്ടാ. ധർമ്മേട്ടന് ഇപ്പോഴും എങ്ങനെയാ ജീവിക്കേണ്ടെന്നും കച്ചവടം നടത്തേണ്ടെന്നും ഒന്നും അറിയില്ല. എന്തായാലും നാളത്തോട് അറിയോലോ സുകന്യെ എന്ന് പറയണം. അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും ധർമ്മനെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ധർമ്മൻ കടയുടെ ഉദ്ഘാടനത്തിനൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പൊ അമ്മ ചോദിക്കണ്ടടാ, നീ എന്താടാ, കടയുടെ ഉദ്ഘാടനമല്ലേ ഇന്ന്, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അല്ലമ്മേ, എനിക്ക് എന്തോ വല്ലാത്തൊരു എന്തോ ഒരു ചതി ഇതിനെ പിന്നിൽ നടക്കുന്ന പോലെ തോന്നുവാണ്. ചതിയോ? എന്ത് ചതി? എല്ലാം നിന്റെ തോന്നലടാ മോനെ. നീ വാ, നമുക്ക് എന്നാലും കടയൊക്കെ ഒന്ന് പോയി കാണാം, വാ എന്ന് പറഞ്ഞ് വിളിക്കട. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് കടയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കുമ്പോൾ ഞെട്ടിപ്പോവാണ് ധർമ്മൻ. നമ്മുടെ ഗോമതി സ്റ്റോഴ്സിന് മുമ്പിലുള്ള ആ ഒരു സ്ഥലത്താണ് ഇവർ കട പണിതേക്കണത്. അത് ചെറിയൊരു കടയൊന്നുമല്ല, ഷോപ്പിംഗ് മോള് പോലത്തെ വലിയൊരു ഷോപ്പാട്ടോ. അത് ആളുകൾക്ക് കയറി ഇറങ്ങി എടുക്കാൻ പറ്റുന്ന ഒരു സൗകര്യത്തിന് വേണ്ടി എല്ലാ സാധനങ്ങളും ഉണ്ട്. അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വരെ അവിടെ ഉണ്ട് കേട്ടോ. അത് കാണുമ്പോൾ സുകന്യയുടെ കണ്ണ് തള്ളിപ്പോവാണ്. ഈശ്വര, കട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചൊരു പലചരക്ക് ചെറിയൊരു കടയായിരിക്കുമെന്ന്. ഇത് വലിയൊരു ഷോപ്പിംഗ് മോള് പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും, അതെ, നമ്മുടെ ധർമ്മന് വേണ്ടി ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യമല്ലേ, അപ്പൊ ഏട്ടന്മാരൊന്നും കുറയ്ക്കില്ലല്ലോ. അത് കാണുന്ന ധർമ്മം പറയണ്ട്, അല്ലേട്ടാ, ഇത് ഗോമതി സ്റ്റോഴ്സിന് മുൻപിലായിപ്പോയി, അത് അളിയനെ തോൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തല്ലേ, നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. അത് കൊള്ളാം, ഒരാൾ കച്ചവടം തുടങ്ങുമ്പോൾ അതിന് മുൻപിൽ ആരൊക്കെയാണ് കച്ചവടം ചെയ്യണമെന്ന് നോക്കാറുണ്ടോ? ഇല്ലല്ലോ. അതൊന്നും നോക്കേണ്ട ഒരു കാര്യമില്ല. എടാ ധർമ്മ, ദേ ഇവിടെ കച്ചവടം ചെയ്യുന്നു, കച്ചവടത്തിന്റെ ലാഭം ദേ നിങ്ങൾക്കൊരു അക്കൗണ്ട് വരെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്, ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾ തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടേയിരിക്കണം. ധർമ്മൻ കടയിലില്ലാത്ത സമയത്ത് സുകന്യെ നീ വേണം കടയൊക്കെ നോക്കാൻ, അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയാണ്. അങ്ങനെ ധർമ്മന്റെ കടയുടെ ഉദ്ഘാടനമാണ് നാളെ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. അതേസമയം മീനാക്ഷി ആണെങ്കിൽ ദേവീനെ കാണാൻ വേണ്ടി ദേവിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ദേവിക്ക് ഭയങ്കര സന്തോഷമാട്ടോ മീനാക്ഷിനെ കാണുമ്പോൾ. മീനാക്ഷിനെ കെട്ടിപ്പിടിച്ച് ചോദിക്കേണ്ട, അവിടെ ബാലച്ചനെ സുഖാണോ, അമ്മക്ക് സുഖാണോ, ആനന്ദേട്ടന് സുഖാണോ, അങ്ങനെ ഓരോരുത്തരുടെ കാര്യം എടുത്തെടുത്ത് ചോദിക്കാട്ടോ.
ഇതൊക്കെ കേൾക്കുമ്പോൾ മീനാക്ഷിക്ക് സങ്കടം വരികയാണ്. മീനാക്ഷി പറയണ്ടേ എന്തിനാ ദേവിയെടുത്തി കള്ളത്തരത്തിനൊക്കെ കൂട്ടുനിന്നത്, അങ്ങനൊന്നും നിന്നില്ലായിരുന്നെങ്കിൽ ദേവിയെടുത്തിക്ക് ഇപ്പൊ ഞങ്ങളുടെ കൂടെ തന്നെ നിന്നൂടായിരുന്നോ? ദേവിയെടുത്തി ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു രസവും ഇല്ല, ഒരു സുഖവും ഇല്ല, ആരും പരസ്പരം മിണ്ടുന്നു പോലുമില്ല എന്നൊക്കെ പണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മീനാക്ഷിയും ദേവിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ദേവീനെ കണ്ടുവന്ന മീനാക്ഷി ഈ കാര്യങ്ങളൊക്കെ മിത്രയെടുത്ത് പറയുന്നുണ്ട്. മിത്രേ, ഇന്ന് ഞാൻ നമ്മുടെ ദേവിയെടുത്തിനെ കാണാൻ വേണ്ടി പോയിരുന്നു, കണ്ടു കഴിഞ്ഞാൽ വിഷമമാവുമായിരുന്നു. എനിക്ക് ദേവിയെടുത്തിനെ കണ്ടപ്പോൾ വല്ലാത്ത വിഷമമായി പോയി മിത്രേ, ഞാൻ ഒരുപാട് കരഞ്ഞു, ദേവിയെടുത്തിയും കരഞ്ഞു. മിത്ര പറയുന്നുണ്ട്, മീനാക്ഷി എടുത്തി നമുക്ക് ദേവിയെടുത്തിനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടേ? വേണം മിത്ര, തീർച്ചയായിട്ടും കൊണ്ടുവരണം. പക്ഷേ ആരും അതിനെ അനുകൂലിക്കുന്നില്ലല്ലോ. നമ്മൾ രണ്ടുപേരും മാത്രമേ ദേവിയെടുത്തിനെ കുറിച്ച് ഇവിടെ കൊണ്ടുവരണോന്ന് ദേവിയെടുത്തിലെ കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. വേറെ ഇവിടുത്തെ എല്ലാവരും ദേവിയെടുത്തിനെ മറന്ന പോലെയാ. അത് ശരിയാ, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാക്കി നമുക്ക് ദേവിയെടുത്തിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ എന്ന് മിത്രയെ മീനാക്ഷി എടുത്ത് പറയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടി മീനാക്ഷിനെ കാത്തു നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം നമ്മുടെ ദേവിയുടെ കോള് മീനാക്ഷിക്ക് വരുവാട്ടോ. മീനാക്ഷി ഫോൺ എടുക്കണ്ട്. ദേവി പറയണ്ട്, മീനാക്ഷി നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്ന് പറയാണ്. എന്തു പറ്റി? എന്താ ദേവിയെടുത്ത്? ഞാൻ ഇന്നലെ വന്നതല്ലേ ഉള്ളൂ, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ നീ ആദ്യം വാ, എന്നിട്ട് കാര്യം പറയാം എന്ന് ദേവി പറയാണ്. അങ്ങനെ മീനാക്ഷി വേഗം തന്നെ ദേവീനെ കാണാൻ വേണ്ടി ദേവിയുടെ വീട്ടിലേക്ക് പോവാട്ടോ. അവിടെ പോകുന്ന മീനാക്ഷി ഞെട്ടിപ്പോകാണ്. നോക്കുമ്പോൾ ദേവി ഒരു പ്രഗ്നൻസി കിറ്റ് എടുത്ത് നമ്മുടെ മീനാക്ഷിയുടെ കൈകളിൽ കൊടുക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഞാൻ പ്രഗ്നൻ്റ് ആണ്. പ്രഗ്നൻ്റോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേവിയെടുത്ത് ഇതെങ്ങനെ സംഭവിച്ചു? ദേവിയെടുത്ത് ആനന്ദേട്ടനും ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? കുഞ്ഞ് നഷ്ടപ്പെട്ട ആ ഒരു വിഷമത്തിൽ കുറേ മാസങ്ങൾ ആനന്ദേട്ടൻ വെള്ളം അടിച്ചല്ലേ വന്നുകൊണ്ടിരുന്നത്. കുറച്ചൊക്കെ എന്നോട് അയവൊക്കെ ചില സമയങ്ങളിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ വിശേഷം ഉണ്ടായത്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേവിയെടുത്തേക്ക് വീണ്ടും ഒരു കുഞ്ഞ്, ആ നഷ്ടപ്പെട്ട കുഞ്ഞിനെ പകരമായിട്ട് വീണ്ടും ഒരു കുഞ്ഞ്, ഇത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അല്ല, ദേവിയെടുത്ത് ഇത് ആനന്ദേട്ടനോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞു. എന്നിട്ട് ആനന്ദേട്ടൻ എന്ത് പറഞ്ഞു? ആനന്ദേട്ടന് സന്തോഷമായി ദേവിയെടുത്തി എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ ദേവി പറയണ്ട്, ഞാൻ ആനന്ദേട്ടനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ആനന്ദേട്ടൻ എന്നോട് ചോദിച്ചത് ഇത് ആരുടെ കുഞ്ഞാണെന്നാ. അയ്യേ, അതെന്താ ആനന്ദേട്ടൻ അങ്ങനെ ചോദിക്കണത്? എനിക്കറിയില്ല, അങ്ങനെയാ എന്നോട് ചോദിച്ചത്. ഇതെന്നാലും അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. ഇത് ഞാൻ എന്തായാലും ദേവമംഗലത്ത് പറയും. ദേവമംഗലത്ത് മീനാക്ഷി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവരുടെ സംശയം ഇത് തന്നെയായിരിക്കും. ദേവിയെടുത്തിനെ വിശ്വാസമുള്ള ഞങ്ങളെല്ലാവരും ദേവിയെടുത്തിൻ്റെ കൂടെയുണ്ട്. ദേവിയെടുത്ത് ടെൻഷനൊന്നും ആവണ്ട കേട്ടോ. ഈ കാര്യം എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് മീനാക്ഷി പറയണം. അങ്ങനെ മീനാക്ഷിയാണ് ഈ കാര്യം വീണ്ടും ദേവമംഗലത്ത് അവതരിപ്പിക്കുന്നത് കേട്ടോ. നമ്മുടെ ദേവിയെടുത്ത് പ്രഗ്നൻ്റ് ആണ് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ദേവി ഇതുവരെ ചെയ്ത ആ ഒരു നുണയും ആ ഒരു കള്ളത്തരങ്ങളും എല്ലാം തന്നെ ബാലനും ഗോമതിയും മറക്കാണ്. വീണ്ടും അവർ ആ കുഞ്ഞിനെ വേണ്ടി ദേവിയുടെ ക്ഷമിക്കുകയാണ് ചെയ്യണം കേട്ടോ. പക്ഷേ നമ്മുടെ ആനന്ദ് ക്ഷമിക്കില്ല. ആനന്ദ് പറയണ്ട്, ഒന്നില്ലെങ്കിൽ ഇത് അവളുടെ കള്ളത്തരമാണ്, അല്ലെങ്കിൽ ആ കുഞ്ഞിന് തന്ത ഞാനല്ല എന്ന് പറയാണ്. അത് പറഞ്ഞ് തീരണ മുമ്പേ ആനന്ദിന്റെ കവിളിലേക്ക് നമ്മുടെ ബാലന്റെ കൈ പതിപ്പിക്കുക കേട്ടോ. ഇത് ഞാൻ തമിഴിലെ ഭാഗമാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് മലയാളത്തിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടേക്ക് കെയർ. Bye bye.